ഞാൻ ശല്യപ്പെടുത്താൻ വന്നതല്ല. ശ്യാമേ, ഞാൻ ശ്യാമയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. എനിക്കറിയാം ഞാനൊരു മണ്ടിയാണെന്ന്. ഞാൻ അടുത്ത് വരുംതോറും വിശ്വട്ടം കൂടുതൽ കൂടുതൽ അകന്നു പോവുകയാണ്. കുറെ ദിവസങ്ങളായി ഞാനത് ശ്രദ്ധിക്കുന്നു. ഞാനൊരു ശല്യമായി തോന്നിയെങ്കിൽ അത് എന്നോട് തന്നെ പറയാമായിരുന്നു. വെറുതെ ചന്ദ്രേട്ടനോട്. ശ്യാമ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ ചന്ദ്രനോടൊന്നും പറഞ്ഞിട്ടില്ല. നീ എനിക്കൊരു ശല്യമാണെന്നല്ലേ? ഞാൻ അരുതെന്ന് വിചാരിച്ചിട്ടും നീ കൂടുതൽ കൂടുതൽ അടുത്തു വരികയാണെന്ന് ഞാൻ ഒരാളോടെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അത് ചന്ദ്രനോടല്ല, എന്നോട് തന്നെയാണ്, എന്റെ സ്വന്തം മനസാക്ഷിയോട്. നിന്നെ ഒന്ന് വെറുക്കാൻ എത്ര ദിവസമായി ഞാൻ ശ്രമിക്കുന്നു എന്നറിയാം. എനിക്കതിന് കഴിയുന്നില്ല. ശ്യാമേ, പ്ലീസ്, ഇനി നീ എന്നെ കാണാൻ വരരുത്. ഞാൻ ആരാണെന്നറിഞ്ഞാൽ നീ എന്നെ വെറുക്കും. നീ എന്നല്ല, ലോകത്തിൽ ഒരു സ്ത്രീക്കും അത് സഹിക്കാൻ കഴിയില്ല. ശ്യാമ, പ്ലീസ്, ശ്യാമ പൊയ്ക്കോളൂ. നീ എന്നെ വെറുക്കുന്നത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല. Because you love me. എന്നോട് പോകാൻ പറയരുത്. എന്നോട് പോകാൻ പറയരുത്. ശ്യാമേ, it is so cheap. What is? എന്താണ് ഈ കാണിക്കുന്നത്? പലതവണ നിങ്ങൾ രണ്ടുപേരോട് ഞാൻ പറഞ്ഞതാണ് ഇവിടെ ഇങ്ങനെ അവന്റെ കൂടെ അഴിഞ്ഞാടാൻ വിടരുതെന്ന്. അച്ഛനും ഒക്കെ ഒരു ടൈം പാസ് ഉണ്ടാക്കി കൊടുത്തല്ലേ. അഴിഞ്ഞാടാൻ നല്ല സൗകര്യം. മറ്റൊരു ഫ്രണ്ട് വിശ്വനാഥൻ. കാര്യം എന്താണെന്ന് പറയടാ. ഇവളോട് തന്നെ ചോദിക്ക്. മരിച്ചുപോയ കാമുകന്റെ സ്മരണകളുമായി നടക്കുന്ന ദുഃഖപുത്രി. സാർ, നല്ല മഞ്ഞുണ്ട് സാർ. ഇനിയും പനി വന്നാലോ? താമ്പിക്കോ സാറേ, അത് പോകാനല്ലേ പറഞ്ഞത്? നീ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവളുടെ മനസ്സ്, അവൾക്കിത് ഇഷ്ടമാണെങ്കിലോ? അവൾക്ക് 10-20 വയസ്സായില്ലേ മോനെ. നമ്മൾ എന്തുമാത്രം വിവാഹങ്ങൾ ആലോചിച്ചു. എന്തിനെങ്കിലും അവള് സമ്മതിച്ചിട്ടുണ്ടോ? അവളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് ഇതാണെങ്കിൽ. അവൾ ഉറങ്ങിയോ? ഇല്ല, അതേ കിടപ്പ് കിടക്കുക.
ആഹാരമാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ല. നേരം വെളുത്തിട്ട് അവളോടൊന്ന് ചോദിക്കാം. നേരം കുറേയായി, നീയും പോയി കിടന്നുറങ്ങിക്കോ. ചന്ദ്ര, ശ്യാമ എഴുന്നേറ്റോ? അതിന് അവൾ ഇന്നലെ ഉറങ്ങിയിട്ട് വേണ്ടേ? അവക്ക് ചായ കൊടുത്തു. വേണ്ടെന്ന് പറഞ്ഞു. അമ്മയെ ചായ ഇങ്ങനെ. ശ്യാമേ, ഈ ചായ കുടിക്കും. എടി പെണ്ണെ, എണീക്കാൻ. കല്യാണപ്രായമായ സ്വന്തം പെങ്ങൾ ഒരു അന്യപുരുഷന്റെ കൂടെ, അത് ഓപ്പൺ എയറിൽ വെച്ച് റൊമാൻസ് കളിക്കുന്നത് കണ്ടാൽ ഒരടി കൊടുക്കാന്നുള്ളത് നാട്ടുനടപ്പാ. അതൊരു സഹോദരന്റെ കടമയല്ലേ? ഞാൻ ഒരടിയല്ലേ അടിച്ചോളൂ, നീ വേണേ 2 അടി തിരിച്ചടിച്ചു. ദാ, ആദ്യമേ ചായ കുടിക്ക്, അത് കഴിഞ്ഞ അടി. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് ആദ്യം ചേട്ടനോട് വേണ്ട പറയാൻ. ഞാൻ ശരിയാക്കി തരില്ലായിരുന്നു. ആ അമ്മേ, ഒത്തിരി കാലമായിട്ടുള്ള എന്റെ ഒരു ആഗ്രഹമാണ് ഒന്ന് സിനിമയിൽ അഭിനയിക്കണമെന്ന്. ഇനി അളിയന്റെ പടത്തിൽ ഞാനൊരു വിലസും. ശ്യാമേ, നീ കൂടെ എന്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കണേ. ആ മോനെ, നീ ഇന്ന് വിശ്വനെ കാണുകയാണെങ്കിലേ ഒന്ന് ക്ഷമ പറഞ്ഞേക്ക്. പാവം, അവനാകെ അപ്സെറ്റ് ആയി കാണും. അല്ലമ്മേ, വിശ്വനെ ഫേസ് ചെയ്യണ കാര്യം ആലോചിക്കുമ്പോൾ ഒരു ചമ്മല്. ഞാൻ ഇന്നലെ അവന്റെ കോളറെ പിടിച്ചൊരു സ്റ്റൈലൊക്കെ കാണിച്ചതല്ലേ. പിറ്റേ ദിവസം തന്നെ കല്യാണാലോചനയായിട്ട് ചെല്ലുക എന്ന് പറഞ്ഞ. നീ എന്തിനാ കുരുത്തക്കേടൊക്കെ കാണിക്കാൻ ഓ, പോയത്? അത് ശരി. പുന്നാരമോക്ക് പ്രേം വന്നപ്പോ അച്ഛനും അമ്മയും സപ്പോർട്ട്. ബാക്കിയുള്ളവൻ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഒരു പെണ്ണിനെ എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞ് കെട്ടിത്തൂക്കി വാശിക്കായിരുന്നു അച്ഛൻ അമ്മയെ അടി. മതി, നിന്റെ ഈ തമാശയൊക്കെ ഒന്ന് കള. നീ ഇന്ന് വിശ്വനെ കാണുകയാണെങ്കിലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോര്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഉത്സവത്തിന് പോകാം. ഓ, Because you love me.